നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടേസ്റ്റി ഇഡ്ലി മഞ്ചൂരിയൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ്റെ ഒക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ്. നമുക്കിനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ മിനി ഇഡ്ലീസ് ചെറിയ ഇഡ്ലി തട്ടിൽ കോരി ഒഴിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ നോർമൽ ഇഡ്ലി ആണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഏകദേശം ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഓണിയൻ ക്യൂബായിട്ട് കട്ട് ചെയ്തതുണ്ട്, ഒരു മീഡിയം ഓണിയനാണ്. അതേപോലെ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് 1.5 ടീസ്പൂൺ. പിന്നെ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇഡ്ലിയിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം, ഒരിത്തിരി ഉപ്പും. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഞാനിതിൽ ചേർക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഇഡ്ലി ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിനൊരു കളറിന് വേണ്ടി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ലി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താലും മതിയാവും. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോരോ പീസായിട്ട് ഇഡ്ലി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് ഷാലോ ഫ്രൈ ആയിട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ ഡീപ് ഫ്രൈ ചെയ്യാം. നിറയെ എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ നിങ്ങൾക്ക് മുക്കി പൊരിക്കാം. ഇത് ഞാൻ കുറച്ച് തിരിച്ചു മറിച്ച് നമ്മൾ നോർമലി നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് എണ്ണ വേണ്ടാന്ന് തോന്നിയുകൊണ്ട് ഞാൻ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇഡ്ലീസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും കുറച്ച് തീ കൂടിപ്പോയാൽ. ഇനി നമുക്ക് ഓരോരോ ഇഡ്ലിയായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ആ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ഒരു ക്രിസ്പി ആയിട്ടൊരു സൈഡ് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് മതിയാവും കേട്ടോ ഒരു സൈഡ് ഫ്രൈ ആവാൻ മീഡിയം ഫ്ലെയിമിൽ, നല്ല ചൂടുള്ള എണ്ണയാണെങ്കിൽ. ഇപ്പോൾ ഓരോരോ പീസും നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രഞ്ചിയാണിത്, നല്ല മുരാന്നിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ ചുമ്മാ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് മഞ്ചൂരിയൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അതേ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഞാൻ കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ, അതിൽ കുറേ എണ്ണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് എണ്ണ ഞാൻ എടുത്ത് മാറ്റിയിട്ട് പാതി എണ്ണയിലാണ് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീഡിയം സൈസ് സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടൊന്നും വഴലണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയാവും. ഇതിന് ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം ഈ മഞ്ചൂരിയനിൽ, അതുകൊണ്ട് വഴണ്ട് പോകാൻ പാടില്ല ഒരുപാട്. ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള 1 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും കേട്ടോ. നമുക്ക് ക്യാപ്സിക്കം 1 മിനിറ്റ് വഴറ്റാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സോസൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇത്രയും ചെയ്യാനുള്ളൊരു നോർമൽ അളവാണ് പറഞ്ഞത്. ചിലർക്ക് സോയ സോസിൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമായിരിക്കും, അപ്പോൾ കൂടുതലിടാം.
ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഇഡ്ഡലി എടുത്തിട്ട് അതും നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആക്ച്വലി ഇഡ്ഡലി കണ്ട മഞ്ചൂരിയൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴിച്ചു തീർക്കാൻ തോന്നും. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. ആ കുരുമുളകിൻ്റെ ഒരു ചെറിയ എരിവ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതും ചില്ലി സോസിൻ്റെ ഒക്കെ ഒരു എരിവ് നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ചുകൂടെ സോയ സോസ്, എനിക്ക് ഇത്തിരി കൂടെ സോയ സോസ് വേണം കേട്ടോ ഇതിൽ. അപ്പോൾ അത് കുറച്ചുകൂടെ സോയ സോസ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സോയ സോസ് അധികം വേണ്ടെങ്കിൽ കറക്റ്റ് 2 ടീസ്പൂൺ കറക്റ്റായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. വേറെ ഒരു പരിപാടിയില്ല, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ പരുവം. ഇതിലെ സോസസ് എല്ലാം നല്ലതുപോലെ നമ്മുടെ ഇഡ്ഡലിയിലും വെജിറ്റബിൾസിലും ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് മാറ്റാം. നമ്മുടെ പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഒരു സെർവിങ് ഡിഷിലോട്ട് ആക്കാം. നല്ല കളർഫുള്ളാണ്. അത് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഗ്രീൻ കളറൊക്കെ കൂടെ നമ്മുടെ മഞ്ചൂരിയൻ നല്ലൊരു കളർഫുള്ളുമാണ്, ടേസ്റ്റിയാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ ഇഡ്ഡലി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടിടാം. അതിൻ്റെ ടേസ്റ്റും ഈ മഞ്ചൂരിയന് നല്ലതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നമ്മുടെ ഇഡ്ഡലി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ചൂരിയൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.